മോക്കുമെന്ററി സിനിമകൾക്ക് മലയാളത്തിലുള്ള സ്കോപ്പ് എത്രത്തോളാണെന്നാണ് തോന്നുന്നത്? സ്കോപ്പ് എന്നതിനേക്കാൾ ഉപരി അങ്ങനത്തെ കഥകൾ, ഇപ്പോൾ മോക്യുമെൻ്ററി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ അൺയൂഷ്വലായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഇപ്പോൾ ഏലിയൻ പോലത്തെ സബ്ജക്റ്റിൽ മാത്രമല്ല, ഒരു സറ്റയർ പോലൊക്കെ മോക്യുമെൻ്ററി യൂസ് ചെയ്യാൻ പറ്റും. എനിക്കതിനകത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കുഞ്ഞിലാം അസ്ലാമണി ചെയ്തിട്ടുള്ള, എനിക്കതിൻ്റെ പേര് മറന്നുപോയി, ക്ഷമിക്കണം, മറ്റേ നമ്മുടെ ആന്തോളജിയിലെ ഒരു ഫിലിം ഉണ്ടല്ലോ, കോഴിക്കോട്ടെ കുറേ മിഠായിത്തെരുവിലെ കുറേ പെൺകുട്ടികളുടെ ഒരു സിനിമയുണ്ട്, കുഞ്ഞിലാം അസ്ലാമണി ചെയ്തേക്കുന്ന നമ്മളുടെ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആന്തോളജിയിലൊരു ഫിലിമുണ്ട്. അതൊക്കെ മോക്യുമെൻ്ററിയുടെ ഗണത്തിൽപ്പെടുന്ന ഫിലിമാണെന്ന് തോന്നുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഏത് സിനിമയും ഒരു ഹ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഏത് ഹാർഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിനെയോ വളരെ ഹ്യൂമറിൻ്റെയും അതിൻ്റെ ഒരു അൺഒഫിഷ്യാലിറ്റിയുടെയൊക്കെ, മോക്യുമെൻ്ററിയുടെ അൺഒഫിഷ്യാലിറ്റിയുടെ ഒരു ബലത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു മീഡിയമാണ് ബേസിക്കലി മോക്യുമെൻ്ററി എന്ന് തോന്നുന്നു. അപ്പം മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു മോക്യുമെൻ്ററി എന്ന് പറയുന്നത് ഇഷ്ടമായി തുടങ്ങി. ഇപ്പോൾ ഓഫീസ് കണ്ടിട്ടാണ് നമുക്കെല്ലാം അതിന് ആ ഒരു ജോണിനോട് അല്ലെങ്കിൽ മേ ബി ആ ഒരു സബ് ജോണറിനോട് നമുക്കൊരു ഭയങ്കര താല്പര്യവും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. അപ്പം ഇതിലൊരു ക്യാരക്ടേഴ്സിന് വളരെ ഇഷ്ടം കൂടുതൽ തോന്നാൻ ചാൻസ് ഉള്ള ജോണും കൂടിയാണ്. ചില ക്യാരക്ടറിനോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും, കാരണം അവർ പൊട്ടന്മാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ എല്ലാ എന്താ പറയുക, ഒരു ഫുൾ പാക്കേജായിട്ടായിരിക്കും അവർ നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പം പല സിനിമകൾക്കകത്തും നമ്മൾ ഒരു കഥാപാത്രങ്ങളെ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ടാവും. ഇതിൽ പക്ഷേ ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു മോക്യുമെൻ്ററിക്ക് ആളെ പിടി കിട്ടും, പുള്ളി എങ്ങനെയുള്ള ആളാണെന്നൊക്കെ.